നമസ്കാരം. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന MLA കൂടിയായ നടൻ മുകേഷിനെ പിന്തുണച്ച് PK ശ്രീമതി ടീച്ചർ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് PK ശ്രീമതി വ്യക്തമാക്കി. മുകേഷ് രാജിവെക്കേണ്ടതില്ല, ആരോപണ വിധേയൻ മാറി നിൽക്കണമെന്ന് നിയമത്തിൽ പറയുന്നുമില്ല, ഔചിത്യത്തോടെ കാര്യങ്ങളെ കാണണമെന്നും PK ശ്രീമതി വ്യക്തമാക്കി. രാഷ്ട്രീയം നോക്കി സർക്കാരിനെതിരെ രംഗത്തിറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് മറ്റ് സംഭവങ്ങൾ ഇതുപോലെ കാണുന്നില്ലെന്നും ശ്രീമതി പ്രതികരിച്ചു. ആരോപണ വിധേയരായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നത് സർക്കാരിന്റെ ഉറപ്പാണ്. കുറ്റം തെളിഞ്ഞാൽ സർക്കാർ നടപടി സ്വീകരിക്കും. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലും വിശ്വാസമുണ്ട്. ടീമിനെയും അഭിനന്ദിക്കുന്നു. മുഖം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നു. ആരോപണം ഗുരുതരമായി കാണണമെന്നും ടീച്ചർ വ്യക്തമാക്കി. ഏത് സ്ഥാനത്തിരുന്നവരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുൻ മന്ത്രി പറഞ്ഞിരുന്നു. നടിയുടെ പരാതിയിൽ പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയൻപിള്ള രാജു, നോബിൻ, വിച്ചു, ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ നടപടിയെടുത്തത്. നടി ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. IPC 354 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തനിക്ക് വിട്ടുവീഴ്ച ചെയ്താലേ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുകയുള്ളൂ, താൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് പറഞ്ഞതായും നടി മൊഴിയിൽ കൊടുത്തു. അതേസമയം നടൻ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തതിൽ പ്രതികരണവുമായി പരാതിക്കാരിയായ നടി എത്തിയിരുന്നു. പീഡിപ്പിച്ചവർക്കെതിരെ കേസെടുത്തതിൽ സന്തോഷമുണ്ട്. ഇവർക്കെതിരെ ഫോൺ ചാറ്റുകൾ, റെക്കോർഡിങ്ങുകൾ അടക്കം തെളിവുകൾ കൈവശവുമുണ്ട്. മുകേഷ് MLA സ്ഥാനത്തിരിക്കാൻ അർഹനല്ല. മനസ്സ് വിങ്ങിയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും പിന്തുണ ആത്മവിശ്വാസം നൽകുന്നുവെന്നും നടി പ്രതികരിച്ചിരുന്നു. മുൻപ് പരാതി കൊടുക്കാൻ സാഹചര്യമില്ലായിരുന്നു. ഇന്ന് ജനം മാറി, സർക്കാർ മാറി, നിയമവും മാറി. അതുകൊണ്ടാണ് പരാതി കൊടുത്തതെന്നും നടി പറഞ്ഞിരുന്നു. ഭർത്താവ് മറ്റു പെണ്ണുങ്ങളെ തേടിപ്പോകുന്നത് ഭാര്യമാരുടെ കുറവ് കൊണ്ടായിരിക്കും എന്ന വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച മുകേഷ് വഴങ്ങിത്തരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും നടി പറഞ്ഞിരുന്നു. സിനിമാ രംഗത്ത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പീഡനത്തിനിരയാകുന്നുണ്ട്. പാർട്ടിയും മുകേഷിന്റെ കുറ്റകൃത്യവുമായി യാതൊരു ബന്ധവുമില്ല. താൻ മാത്രമല്ലല്ലോ എത്ര പേരാണ് മുകേഷിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കള്ള് മുഖംമൂടി വച്ചാണ് അയാൾ കസേരയിൽ ഇരിക്കുന്നത്. MLA ആയിരിക്കാൻ മുകേഷിന് അർഹതയില്ലെന്ന് നടി പറഞ്ഞിരുന്നു. താൻ ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന മുകേഷിന്റെ ആരോപണവും നടി തള്ളിയിരുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് മുകേഷ് പോലീസിൽ പരാതി നൽകിയില്ലെന്നും നടി ആരോപിച്ചു. നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് MLAക്കെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസെടുത്തത്. IPC 376 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, IPC 482 അതിക്രമിച്ച് കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം തുടങ്ങിയവളാണ് മുകേഷിനെതിരെ ചുമത്തിയത്.